കേരള കോൺഗ്രസ് എം മുന്നണി വിടുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ സർക്കാരിനെതിരെ വിമർശനവുമായി പാർട്ടി ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. ഭരണകക്ഷിയാണെന്ന് കരുതി ജനകീയ പ്രശ്നങ്ങളിൽ മിണ്ടാതിരിക്കാൻ കഴിയില്ലെന്നും ചില കാര്യങ്ങളിൽ സർക്കാരിനെ വിമർശിക്കേണ്ടി വരുമെന്നും സ്റ്റീഫൻ ജോർജ് 24-നോട് പറഞ്ഞു. അതേസമയം UDF-നൊപ്പം നിൽക്കണമെന്ന കേരള കോൺഗ്രസ് എമ്മിലെ ഒരു വിഭാഗം ആവശ്യത്തെ ജോസ് കെ മാണി തള്ളി എന്നാണ് സൂചന. UDF-ലേക്കില്ലെന്നും LDF-ൽ തൃപ്തരാണെന്നും അടിവരയിട്ട് പറയുന്നുണ്ട് കേരള കോൺഗ്രസ് എം. എന്നാൽ ചില വിഷയങ്ങളിൽ പാർട്ടിക്ക് വിമർശനമുണ്ട് താനും. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ പ്രതിപക്ഷം മൗനം പാലിക്കുമ്പോൾ അത് വിളിച്ചു പറയേണ്ടി വരുമെന്നാണ് സ്റ്റീഫൻ ജോർജ് പറയുന്നത്. അതിനെ വിമർശനമായി കാണേണ്ടെന്നും തിരുത്തലിനു വേണ്ടിയാണെന്നും വിശദീകരണം. സർക്കാരിനെതിരെ ചില കാര്യങ്ങൾ വിമർശിക്കണ്ടേ? രാഷ്ട്രീയ പാർട്ടികൾ എന്തിനാണ്? അവരെല്ലാം ഇത്തരങ്ങൾ തിരുത്തലുകൾ ചൂണ്ടിക്കാണിക്കാനാണ്. 100% പറയണം, അങ്ങനെ പറയണമല്ലോ. എങ്കിൽ മാത്രമല്ലേ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽ അത് പെടൂ. അതൊരു എതിർ സ്വരമല്ലല്ലോ, അതൊരു തിരുത്തൽ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയുള്ള സ്വരമല്ലേ. അല്ലെങ്കിൽ ഞങ്ങൾ ഭരണകക്ഷിയാണെന്ന് പറഞ്ഞ് ജനങ്ങളുടെ ഇഷ്യമൊന്നും ഉണ്ടായിരിക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്യുന്നു. കേരള കോൺഗ്രസ് ഇല്ലാതെ ജയിക്കാനാവില്ലെന്ന് UDF-നറിയാം. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ക്ഷണങ്ങൾ. ഒരു വിഭാഗം ആളുകൾ കേരള കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ചർച്ച നടത്തി വരികയാണ്. ഇന്ന് ആരംഭിച്ചതല്ല, ഇന്നലെ ആരംഭിച്ചതല്ല. കാരണം കോൺഗ്രസ് എനിക്ക് തോന്നുന്ന ആ ഒരു ബോധ്യമുണ്ടെന്ന് തോന്നുന്നു. മുസ്ലിം ലീഗിനുമെല്ലാം അങ്ങനെ കേരള കോൺഗ്രസ് ഇല്ലാതെ ജയിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് കനകോലിനെ പോലുള്ള ആളുകൾ ഉപദേശം കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ നടക്കുന്നത്. അതേസമയം കേരള കോൺഗ്രസ് എമ്മിനുള്ളിൽ നിന്നും അതൃപ്തരായവരെ UDF-ൽ എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുണ്ട്. കമ്മിറ്റികളിൽ മുന്നണി മാറ്റം വേണമെന്ന് ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ജോസ് കെ മാണി ഇടപെട്ട് തടഞ്ഞതായാണ് വിവരം. ടോബി ജോൺസൺ, 24 കോട്ടയം. പക്ഷേ ഞങ്ങൾ പല പ്രാവശ്യമായി